വീടില്ലാത്തവർ എത്ര ഉണ്ട് ഈ മൂന്നാറില്? വീട് വേണ്ടേ? നരേന്ദ്രമോദിന്റെ PM ആവാസ് യോജന വേണ്ട ഇവിടെ? അത് രാജേന്ദ്രൻജിന്റെ നയിക്കുന്ന BJP NDA ഈ ഇടുക്കി നോർത്ത് ജില്ലയുടെ പ്രവർത്തകർ നിങ്ങൾക്ക് എല്ലാവർക്കും PM ആവാസ് യോജന വഴി വീട് കൊണ്ടുതരും. ഇതാണ് ഞങ്ങളുടെ ഉറപ്പ്. 2014 ഇന്ത്യ മൊത്തം ജനങ്ങൾ തീരുമാനിച്ചു മതിയായി, നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുക്കണം. നരേന്ദ്രമോദിജി ആ അവസരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? കഴിഞ്ഞ 11 കൊല്ലം ഒരു അഴിമതിയുമില്ലാണ്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എത്രയോ ക്ഷേമ പദ്ധതികളും എത്രയോ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി 25 കോടി പാവങ്ങളെ ദാരിദ്ര്യത്തിൽ പുറത്തു കൊണ്ടുവന്നു. ഇതാണ് നരേന്ദ്രമോദി ചെയ്തത്. കുടിവെള്ളം, PM കിസാൻ, കർഷകർക്ക് വേണ്ടി പദ്ധതികൾ, ഒരു സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നരേന്ദ്രമോദിജിന്റെയും BJPന്റെ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരുന്ന രാഷ്ട്രീയം, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രാഷ്ട്രീയം. ഇതാണ് ഈ മൂന്നാറിന് വേണ്ടത്. ഇന്ന് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? പട്ടയം. ഇന്നും ഭൂമിയില്ലാണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഭൂമി വേണ്ടേ? അത് NDA കൊണ്ടുതരും. അത് NDA BJP ഉറപ്പു തരുന്നു. വീടില്ലാത്തവർ എത്ര ഉണ്ട് ഈ മൂന്നാറില്? വീട് വേണ്ടേ? നരേന്ദ്രമോദിന്റെ PM ആവാസ് യോജന വേണ്ട ഇവിടെ? അത് രാജേന്ദ്രൻജിന്റെ നയിക്കുന്ന BJP NDA ഈ ഇടുക്കി നോർത്ത് ജില്ലയുടെ പ്രവർത്തകർ നിങ്ങൾക്ക് എല്ലാവർക്കും PM ആവാസ് യോജന വഴി വീട് കൊണ്ടുതരും. ഇതാണ് ഞങ്ങളുടെ ഉറപ്പ്. വീടുണ്ടെങ്കിൽ കുടിവെള്ളം വേണ്ടേ? കുടിവെള്ളം കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഇന്ന് കേരളത്തില് 32 ലക്ഷം വീട്ടിൽ കുടിവെള്ളം കിട്ടുന്നില്ല. ഞാൻ മന്ത്രിയായിരുന്നു, കുടിവെള്ള മന്ത്രിയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ. 100% കാശ് ഞങ്ങള് കേരള സർക്കാരിന് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞ് പണം നരേന്ദ്രമോദിജി കൊടുത്തു. എന്നിട്ട് എന്ത് നടന്നു? ഇന്ന് ആ കാശെല്ലാം തട്ടിക്കൊണ്ടുപോയി ഇന്ന് കോൺട്രാക്ടേഴ്സിന് 6000 കോടി കാശ് കൊടുത്തിട്ടില്ലേ സർക്കാർ? 32 ലക്ഷം വീട്ടില് ഇന്നും കുടിവെള്ളമില്ല. മൂന്നാറിന് എല്ലാ വീട്ടിലും കുടിവെള്ളം വേണ്ടേ? അത് ആരാണ് കൊണ്ടുവരാൻ പോകുന്നത്? BJP NDAന്റെ MLA ആണ് കൊണ്ടുവരാൻ പോകുന്നത്. അത് ഞങ്ങളുടെ ഉറപ്പാണ്. അതുപോലെ തന്നെ സ്കൂള് തല്ലിപ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന ഗവൺമെന്റ് സ്കൂള് നന്നാക്കണ്ടേ? നമ്മളെ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കണ്ടേ? തൊഴിലവസരങ്ങളും നല്ല വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അതാരാ കൊടുക്കാൻ അവർ കഴിവും താല്പര്യമുള്ളത്? BJP NDAക്ക് മാത്രം. കാരണം ഇതുവരെ മാറി മാറി ഭരിച്ച UDF ആണോ LDF ആണോ, അവർക്കത് ചെയ്യാൻ സാധിക്കില്ല, ഇനിയും ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ഈ 2026 വരാൻ പോകുന്ന ഇലക്ഷനിൽ മൂന്നാറിനെ ഒരു വികസിത മൂന്നാറാക്കാൻ, മൂന്നാറിന് എല്ലാ സാധാരണക്കാർക്കൊരു അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ, ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരാൻ, വീട് പട്ടയം കൊടുക്കാൻ BJP NDA സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കണം. ഇത് ഞങ്ങളെല്ലാവരും ഇന്ന് തീരുമാനിക്കേണ്ട ഒരു ഇഷ്യൂ, സങ്കല്പം എടുക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് ചെയ്താൽ മാത്രമേ ഇവിടെ മാറ്റം വരുള്ളൂ. ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരണം. 75 കൊല്ലം കഴിഞ്ഞ് കടത്തിൽ മുങ്ങി കടമില്ലാണ്ട് ഒരു സെക്കൻഡ് മുമ്പോട്ട് പോവാത്ത സ്ഥിതിയാണ് നമ്മുടെ നാട്, നമ്മുടെ കേരളം. ക്ഷേമം, പെൻഷൻ കൊടുക്കാനും കടം വാങ്ങണം. സാധാരണ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കടം വാങ്ങണം. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യങ്ങൾ. ഞാൻ മൂന്നാറിൽ 2ാമത്തെ തവണ വരുന്നത്. ഇവിടെ എത്ര ടൂറിസത്തിന്റെ സാധ്യതയുണ്ട്. കശ്മീർ വിടൂ, എന്തിനാണ് വേറെ എവിടെയെങ്കിലും പോകേണ്ടത്? ഇവിടെ വന്ന പോലെ ഇങ്ങനെ ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലം. പക്ഷേ അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ?
മൂന്നാർ ടൗൺഷിപ്പിൽ ഇന്നും ഒരൊറ്റ ടോയ്ലറ്റ് ഇല്ല. എന്നിട്ടാണോ ടൂറിസം വരാൻ പോകുന്നത്? ഈ നാടിന് എത്രയോ സാധ്യതയുണ്ട്, അനന്ത സാധ്യതകളാണ്. പക്ഷേ ഈ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയവും CPM-ന്റെ രാഷ്ട്രീയം, ഈ സാധ്യതയെ കുറിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല, താല്പര്യമില്ല. സാധ്യത യാഥാർത്ഥ്യമാക്കണം എന്ന് അവർക്കൊരു ബോധം, അവർക്കൊരു ആവശ്യവുമില്ല. കാരണം എന്താണ്? അവരുടെ രാഷ്ട്രീയം ജനങ്ങളെ വിഭജിക്കുക, എന്തെങ്കിലും പറയാ, വിഡ്ഢിയാക്കുക. ഞാൻ അവസാനം ഒരു ഉദാഹരണം പറഞ്ഞു നിർത്തുന്നു. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ BJP ഇന്ത്യക്ക് ഒരു അവസരം കിട്ടിയാൽ 24 മണിക്കൂർ അധ്വാനിച്ച്, ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരുന്ന പാർട്ടിയാണ് BJP NDA. മറുവശത്ത് ഒന്ന് അസംബ്ലിയിൽ നോക്കും. 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 5 ദിവസം ഞങ്ങൾക്ക് ടിവിയിൽ കാണുക, ശബരിമല കൊള്ളയെ കുറിച്ചൊരു ഡിബേറ്റ് നടക്കുമ്പോൾ ആര് ചെയ്തു, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അല്ല, സോണിയാഗാന്ധിന്റെ ദല്ലാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അല്ല, സോണിയാഗാന്ധിന്റെ അല്ല, പിണറായി വിജയന്റെ ദല്ലാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരുടെ ദല്ലാലാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ആഗ്രഹമില്ല, താല്പര്യമില്ല. ദല്ലാലാണല്ലോ. ആ ദല്ലാല് എങ്ങനെയാണ് ഈ പുണ്യസ്ഥലത്ത് നിന്ന് 4.5 കിലോ സ്വർണം കട്ടു, അതൊന്നും കണ്ടുപിടിക്കൂ. അതൊന്നും ചെയ്യില്ല. ആ ദല്ലാലിന് എനിക്ക് ബെയിൽ കിട്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ബെയിൽ കിട്ടി? പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് കേസ് ഫയൽ ചെയ്തില്ല, അതുകൊണ്ട് കോർട്ട് ബെയിൽ കൊടുക്കുന്നു. അപ്പോ ഇതൊരു ഗൂഢാലോചനയല്ലേ? ഇത് ഒരു ഒളിപ്പിക്കാൻ ഒരു ശ്രമമാണ്. അപ്പോ ഞാൻ അവസാനം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുമ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കണം വികസിത മുന്നാർ. അതിനുവേണ്ടി ഈ ഇലക്ഷൻ, മൂന്നാറിന്റെ ഭാവിക്ക് വേണ്ടി, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ഇലക്ഷനിൽ BJP NDA ജയിക്കും എന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കണം.